ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ വീക്കിലി പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര് വിളിച്ചിട്ടും വൈജ കൊല്ലപ്പള്ളിയിൽ നിന്നും വരാൻ കൂട്ടാക്കുന്നില്ല എന്നായപ്പോൾ രോഹിത് ശിവനോട് പറയുന്നുണ്ട്, ഞങ്ങൾ അമ്മയെ തിരിച്ചു വിളിക്കാൻ വന്നതാണ് അങ്കിൾ, ഞങ്ങൾ എല്ലാവരും മാറിപ്പോയി, ഇപ്പോൾ നല്ല സ്വഭാവമായി നല്ല സന്തോഷവും സമാധാനവും ഒക്കെയുണ്ട്, ഞാൻ കോളേജിലും പോകാൻ തുടങ്ങും, ഇതെല്ലാം അലീന ചേച്ചി കാരണമാണ്, അത് കാരണം അലീന ചേച്ചിയെ വിട്ടുകളയാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ മനുവും അലീനയുമായി ചെറിയ റൊമാൻസും കാണിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം രോഹിത് അലീനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാമെന്ന് അച്ഛനോട് പറഞ്ഞല്ലോ, ശരിക്കും ചേച്ചിക്ക് അത് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തിന് വ്യക്തമായ ഒരു ഉത്തരം അലീന പറയുന്നില്ല. അതിന് സമയമായിട്ടില്ല എന്നാണ് അലീനയുടെ തീരുമാനം. പിന്നീട് അലീനയോട് ശരണ്യയുടെ വീട്ടിൽ പോയി അവളോട് മാപ്പ് പറയണമെന്ന് രോഹിത് പറയുന്നു. അന്ന് അതിനുള്ള മാനസാന്തരം ഉണ്ടായിരുന്നില്ലല്ലോ. അതുപ്രകാരം അലീന രോഹിത്തിനെ കൂട്ടി ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശരണ്യയോട് മാപ്പ് പറഞ്ഞ് സന്തോഷത്തോടെ തനിക്ക് മൂന്നാമതൊരു അനുജത്തി കൂടിയായി എന്ന് പറയുന്നു. ഇതിനിടയിൽ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ അച്ഛനെ കാണണ്ടേ? ഞാൻ കണ്ടുപിടിച്ച നിന്റെ അച്ഛനെ ഏൽപ്പിക്കാം എന്ന്. കാരണം വൈജയന്തി ഇവിടെ നിന്നും ഇറക്കി വിട്ടാലും അവൾ ഇനി വേറെ വീട്ടിൽ പോയി ജോലിക്കാരിയായി നിൽക്കണ്ട, സ്വന്തം അച്ഛനു തന്നെ ഏൽപ്പിക്കണമെന്നാണ് ബാലചന്ദ്രൻ കരുതുന്നത്. അത് വൈജയുമായി സുഖമായും സന്തോഷമായും ജീവിക്കാനൊന്നുമല്ല, പകരം ജീവിതം തകർത്തു തരിപ്പണമാക്കാൻ വേണ്ടി. പക്ഷേ അത് കേൾക്കുന്നത് പോലും അലീനയ്ക്ക് ഇഷ്ടമാകുന്നില്ല. ഞാൻ ആദ്യമായി അച്ഛ എന്ന് വിളിച്ചത് അച്ഛനെയല്ലേ, ഇനി എനിക്ക് വേറൊരു അച്ഛൻ വേണ്ട. അമ്മ ഉണ്ടായിട്ടും അമ്മയെ എന്ന് വിളിക്കാനും പറ്റുന്നില്ല. ഞാൻ എറണാകുളത്ത് പോയി ചിന്നുമോളെ കണ്ട് രേവതിയുടെ കൂടെ കുറച്ചു ദിവസം താമസിച്ച് വേറെ വീട്ടിലേക്ക് പോയിക്കോളാം അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, ഇനി നീ വേറൊരു വീട്ടിൽ വേലക്കാരിയായി നിൽക്കണ്ട, നിനക്ക് നിലയും വിലയുമുള്ള ഒരു അച്ഛനുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.